A warm good morning to all. Managerial economics. In the last class, we have discussed some of the basic theories or fundamental concepts or basic principles of managerial economics. Principle of opportunity cost, principle of incrementalism, principle of time perspective, principle of discounting, equimarginal principle, principle of risk and uncertainty, principle ഓഫ് കോൺട്രിബ്യൂഷൻ. ഇത്രയായിരുന്നു നമ്മൾ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ചില കുട്ടികൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുള്ള പോർഷനാണ് ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ നോൺ ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്നുകൂടി ഈ ഒരു പ്രിൻസിപ്പിളിനെ അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു സംഭവം നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. സീ ദിസ്, അതായത് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, അതായത് എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്, ഇൻപുട്സ് ഒക്കെ വെച്ചിട്ട് എത്രയാണ് പ്രൊഡക്ഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. 100 പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. നമുക്ക് അപ്പോൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് 1 lakh ആണ്. ഇനി 101 പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് വരുന്നത് 50,000 തന്നെയാണ് കോസ്റ്റ്, പ്രോഫിറ്റ് 1 lakh ആണ്. ഇനി 102 പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് 50,000 തന്നെയാണ് കോസ്റ്റ്, പ്രോഫിറ്റ് 1 lakh തന്നെയാണ്. അങ്ങനെ അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും തോറും നമുക്ക് കോസ്റ്റ് സെയിം തന്നെയായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ 120 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കോസ്റ്റ് 50,000 തന്നെയാണ് വരുന്നത്, പക്ഷേ പ്രോഫിറ്റ് 1,10,000 ആയിട്ട് കൂടുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നോക്കുക. അപ്പോൾ ആസ് എ മാനുഫാക്ചറർ, ആസ് എ ബിസിനസ്മാൻ, നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യാം? 100 പ്രൊഡ്യൂസ് ചെയ്തിട്ട് 50,000 കോസ്റ്റ് വന്നിട്ട് 1 lakh പ്രോഫിറ്റ് കിട്ടുന്നതാണോ, അതോ 120 പ്രൊഡ്യൂസ് ചെയ്യാൻ 50,000 രൂപ ചിലവിൽ 1,10,000 പ്രോഫിറ്റ് കിട്ടുന്നതാണോ നിങ്ങൾ ചൂസ് ചെയ്യാം? ഓഫ് കോഴ്സ് ഇതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. കാരണം എന്താണ്, നമുക്ക് അവിടെ കോസ്റ്റ് സെയിം ആണ്. 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും 120 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും വരുന്ന കോസ്റ്റ് 50,000 ആണ് ഇല്ലേ. കോസ്റ്റ് സെയിം ആണ്. നമുക്കാണെങ്കിൽ എക്സ്ട്രാ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നമ്മൾ എക്കണോമിക്സിൽ എന്താണ് പറയുന്നത്? റിസോഴ്സസിൻ്റെ മാക്സിമം അല്ലെങ്കിൽ ഒപ്റ്റിമം അലോക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഇവിടെ സെയിം കോസ്റ്റിൽ തന്നെ നമുക്ക് എന്താണ് 120 പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓഫ് കോഴ്സ് നമ്മൾ ഏതാണ് മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് തന്നെയാണ് ഇക്വിമാർജിനൽ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ആൻ ഇൻപുട്ട് should be allocated in such a manner that the value added by the last unit of input is same in all uses. അതായത് 100-ൽ നിന്ന് 101, അപ്പോൾ അവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത് അഡീഷണൽ വന്നിട്ട് എത്രയാണ്? 1. 101-ൽ നിന്ന് 102, അപ്പോൾ നമ്മളവിടെ അഡീഷണൽ വന്നിട്ടുള്ളത് 1. അപ്പോൾ അങ്ങനെ ഓരോ അഡീഷണൽ ഇൻപുട്ട് ആഡ് ചെയ്യും തോറും നമുക്കവിടെ കോസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല. അപ്പോൾ എന്താണ്, നമുക്ക് ആ ഇൻപുട്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ഇൻ ദിസ് വേ ദിസ് പ്രിൻസിപ്പിൾ പ്രൊവൈഡ്സ് എ ബേസ് ഫോർ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഓൾ ദി ഇൻപുട്സ് ഓഫ് എ ഫേം. അപ്പോൾ അവിടെ എന്താണ്, എല്ലാ ഇൻപുട്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവരവിടെ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ ആസ് ടു മാക്സിമൈസ് ദി പ്രോഫിറ്റബിലിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു റിസോഴ്സസിൻ്റെ പ്രോപ്പർ അലോക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രിൻസിപ്പിൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള വേയിൽ തന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എ മൾട്ടി പ്രോഡക്റ്റ് ഫേം വിൽ റീച്ച് ഇക്വിലിബ്രിയം വെൻ ദ മാർജിനൽ റവന്യൂ ബേസ്ഡ് ഒബ്റ്റെയിൻഡ് ഫ്രം എ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് അനദർ പ്രൊഡക്ട്സ് ഓർ പ്രോഡക്ട്സ്. അതായത് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എക്സ്ട്രാ റവന്യൂ, ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള റവന്യൂവിനെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 199 അല്ലെങ്കിൽ 119 എന്നുള്ളത് 120 ആക്കിയപ്പോൾ നമുക്ക് അവിടെ എന്ത് കൂടി? പ്രോഫിറ്റിൽ വ്യത്യാസം കൂടി. പക്ഷെ നമ്മുടെ കോസ്റ്റിൽ മാറ്റമൊന്നും ഉണ്ടായില്ല ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിസ്റ്റ് ആണ്. മാനേജീരിയൽ എക്കണോമിസ്റ്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസ് എടുക്കുന്ന എക്കണോമിസ്റ്റുകളെയാണ് മാനേജീരിയൽ എക്കണോമിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ റോൾ എന്താണ്? ഇവരുടെ മെയിൻ പർപ്പസ് എന്തൊക്കെയാണ്? ഡാറ്റ കളക്ട് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. ആ ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എന്തായിട്ട് മാറി? ഇൻഫോർമേഷനായിട്ട് മാറി. ആ ഇൻഫോർമേഷൻ വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക.
ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് ഈ ഒരു മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ മെയിൻ ഫങ്ഷൻ ആയിട്ട് പറയുന്നത്. The persons who are engaged in the decision making of a management are known as managerial economists. മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നടത്തുന്ന എ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെയാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? കളക്ട്, പ്രോസസ്, അതിനുശേഷം യൂസ് ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് ഗുഡ് ഡിസിഷൻസ്. നല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? ഡാറ്റ കളക്ട് ചെയ്യണം, അതിനെ പ്രോസസ്സ് ചെയ്യണം, പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ ഇൻഫർമേഷനാക്കി മാറ്റണം. ആ ഇൻഫർമേഷൻ പിന്നീട് അവർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വൈസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മാനേജീരിയൽ എക്കണോമിസ്റ്റുകൾ അത്യാവശ്യമാണ്. എന്താണ്? ചേഞ്ച് ഇൻ പ്രൈസ്, നമ്മൾ എന്തെങ്കിലും മാറ്റണോ? വോളിയം ഓഫ് ട്രേഡ് എത്രത്തോളം നടത്തണം? ഗവൺമെൻറ് പോളിസീസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നമ്മുടെ കോമ്പറ്റീഷൻ എങ്ങനെയാണ്? ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ആര് കളക്ട് ചെയ്യണം? മാനേജീരിയൽ എക്കണോമിസ്റ്റ് കളക്ട് ചെയ്യണം. എന്നിട്ട് ഈ ഒരു മാറ്റങ്ങളെല്ലാം, ഈ കോമ്പറ്റീഷൻ ആയാലും ഗവൺമെൻറ് പോളിസീസ് ആയാലും നമ്മളുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മളുടെ ബിസിനസ് സ്ട്രാറ്റജീസ് നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ തീരുമാനിക്കുന്നതും അപ്രോപ്രിയേറ്റ് പ്ലാനിങ് നടത്തുന്നതും എല്ലാം ആരാണ്? മാനേജീരിയൽ എക്കണോമിസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ദ ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ഓർ റോൾ ടു ബി പ്ലേഡ് ബൈ എ മാനേജീരിയൽ എക്കണോമിക്സ്റ്റ് ഇൻ ദി മോഡേൺ ബിസിനസ് സെറ്റപ്പ് ഈ സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. അതായത് റോൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിസ്റ്റ്. To foresee the risk and losses and warn the firm of these risk and losses. Foresee the risk and losses എന്താണ്? മുൻകൂട്ടി കാണുക, ഇങ്ങനൊരു ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ഓഗസ്റ്റ് ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും എന്താണ്, മഴ കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു വട്ടം നമുക്ക് പ്രളയം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അടുത്ത വട്ടം മഴ കൂടാനുള്ള സാധ്യതയുണ്ട്, വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു അല്ലേ. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്, റിസ്ക്കുകൾ, ലോസുകളെല്ലാം ഫോഴ്സി ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ആർക്കുണ്ടായിരിക്കണം? മാനേജീരിയൽ എക്കണോമിസ്റ്റുകൾക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു റിസ്ക്കും ലോസസും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വാർണിങ്ങുകളും കാര്യങ്ങളും ആര് കൊടുക്കണം? മാനേജീരിയൽ എക്കണോമിസ്റ്റുകൾ കൊടുക്കണം. To advise the firm on matters of purchase of materials, plant and equipment. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൽ എത്രത്തോളം മെറ്റീരിയൽസ് വാങ്ങണം, പ്ലാന്റ് വാങ്ങണം, എക്യുപ്മെൻറ്റ് വാങ്ങണം, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അഡ്വൈസസും കൊടുക്കുന്നത് മാനേജീരിയൽ എക്കണോമിസ്റ്റുകളാണ്. To advise the firm on matters of finance, diversification, modernization, technology, sales promotion, etc. അതുപോലെ തന്നെ ചില ഏരിയാസിൽ, അതായത് ഫിനാൻസ്, എത്രത്തോളം ഫണ്ട് റേസ് ചെയ്യണം ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്ട്സുകളാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിലാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. ഡൈവേഴ്സിഫൈ ചെയ്യാണ്, അവർ പല പല മേഖലകളിലേക്ക് എത്തിച്ചേരുകയാണ്. മോഡേണൈസേഷൻ, എന്തെല്ലാം രീതിയിലാണ് നമ്മൾ കമ്പനി മോഡേണൈസേഷൻ നടത്തേണ്ടത്? പ്രോഡക്റ്റിൻ്റെ രീതിയിൽ ഒരു ന്യൂ മോഡേൺ ടൈപ്പിലുള്ള പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യണോ? ടെക്നോളജിയിൽ എത്രത്തോളം നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനാൻസ്, ഡൈവേഴ്സിഫിക്കേഷൻ, മോഡേണൈസേഷൻ, ടെക്നോളജി, സെയിൽസ് പ്രൊമോഷൻ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അഡ്വൈസസും കൊടുക്കുന്നത് മാനേജീരിയൽ എക്കണോമിസ്റ്റുകളാണ്. ടു സജസ്റ്റ് വേയ്സ് ആൻഡ് മീൻസ് ടു എക്സ്പാൻഡ് ദി മാർക്കറ്റ്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് അവർക്കൊരു മാർക്കറ്റ് ഉണ്ടായിരിക്കും അല്ലേ, അവർക്ക് അവരുടെ കസ്റ്റമേഴ്സ് ഇരിക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ടായിരിക്കും. ആ മാർക്കറ്റിനെ എങ്ങനെ വൈഡൻ ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പോൾ തൃശ്ശൂർ മാത്രം ബിസിനസ് നടത്തുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം? കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, അങ്ങനെ അവരെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഓൾ ഓവർ ദി വേൾഡിലേക്ക് അവരുടെ ബിസിനസ് കൊണ്ടുപോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ടു റെക്കമെൻഡ് ടു ദി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് technique or strategies to reduce cost and increase the competitive strength of the firm. അതുപോലെ തന്നെ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യണം. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്? അവർ പുതിയ പുതിയ സാധ്യതകൾ റീസെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുക, അതുപോലെ എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുക,
എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അവരെന്ത് ചെയ്യാണ്, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് RD ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഇതെല്ലാം റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? മാനേജീരിയൽ എക്കണോമിസ്റ്റുകളായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടായിരിക്കുക, നമ്മളുടെ പ്രോഡക്റ്റ് ഒരു ഡ്രിങ്ക് ആണ് എന്ന് കരുതുക. അപ്പോൾ ആ ഡ്രിങ്ക് എങ്ങനെയാണ് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് വാങ്ങുക, അപ്പോൾ അതിന് എന്ത് ടെക്നിക്കാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ആ ഒരു ഡ്രിങ്കിൻ്റെ ഫോർമുലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് മാനേജീരിയൽ എക്കണോമിസ്റ്റുകളാണ് റെക്കമെൻഡ് ചെയ്യുക. അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ RD ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അവരെ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ നോക്കും. എന്താണ് ഈ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കമ്പനിക്ക് എന്ത് അഡീഷണൽ സ്ട്രെങ്ത് ആണുള്ളത്, അപ്പാർട്ട് ഫ്രം ദീസ് കോമ്പറ്റീറ്റേഴ്സ് വാട്ട് ദ കമ്പനി ഗിവ്സ്, കോമ്പറ്റീറ്ററിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് സ്ട്രെങ്ത് ആണ് ഈ ഒരു കമ്പനിക്കുള്ളത്, എന്ത് അഡ്വാൻറ്റേജ് ആണ് കമ്പനി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനെയാണ് ഈ ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിക്ക് കമ്പനിയുടേതായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് കൊണ്ടുവരാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആരാണ് കൊടുക്കുന്നത്? മാനേജീരിയൽ എക്കണോമിസ്റ്റുകളാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ടു ആക്ട് ആസ് ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ടു ദി ബിസിനസ്മാൻ. ബിസിനസ്മാൻസിനെ ഫ്രണ്ടായിട്ടും അതുപോലെ തന്നെ ഒരു ഫിലോസഫി പറഞ്ഞു കൊടുക്കുന്ന ആൾ, അല്ലെങ്കിൽ ഗൈഡ് ആക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓണേഴ്സ് തന്നെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിസിനസ്മെൻസ് എന്ന് പറയുമ്പോൾ ആരാണ്? ഓണേഴ്സാണ്, എൻ്റർപ്രണേഴ്സ് ആയിരിക്കും. അവർ തന്നെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മാനേജീരിയൽ എക്കണോമിക്സിന് എന്ത് വേണം? മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടും എക്കണോമിക്സിനെ കുറിച്ചിട്ടും നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം, അല്ലേ? ഒരു പ്രൊഫഷണൽ നോളജ് ആർക്കുണ്ടായിരിക്കണം? മാനേജീരിയൽ എക്കണോമിക്സിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടുള്ള ബിസിനസ്മെൻസിനെ ഒരു ഫ്രണ്ടായിട്ടും ഒരു ഫിലോസഫറായിട്ടും ഗൈഡൊക്കെ ആയിട്ട് ആരുണ്ടായിരിക്കും? മാനേജീരിയൽ എക്കണോമിക്സ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ടു ഇൻ്റഗ്രേറ്റ് വേരിയസ് പോളിസീസ് ആൻഡ് കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഫേം. അതുപോലെ തന്നെ എല്ലാ പോളിസീസിനും ആക്ടിവിറ്റീസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ടു ഹെൽപ്പ് ഇൻ പ്രോഡക്റ്റ് ഡിസൈനിങ്, പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ്, പ്രൊഡക്റ്റ് പ്ലാനിങ് ത്രൂ എ സിസ്റ്റമാറ്റിക് അപ്രൈസൽ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. അപ്പോൾ ഇനി അവിടെ പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കിൻഡർ ജോയ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അതിൻ്റെ ഒരു ഡിസൈനിങ് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈനിങ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവർ എന്താണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെ ഡിസൈനിങ് എങ്ങനെ വേണം, പ്രോഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ്, ആ ഒരു പ്രോഡക്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇപ്പം നമ്മളൊരു കോൾഗേറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോൾഗേറ്റ് ഉണ്ട്, അല്ലേ? കോൾഗേറ്റിൽ തന്നെ പല ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കും. പ്രോഡക്റ്റ് പ്ലാനിങ്, ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് വേയിൽ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റിനും പ്രിഫറൻസിനും ഇൻകത്തിനും ഒക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ചേഞ്ചാണ് അവരവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, ഒരു സ്ട്രാറ്റജിക് വേയിൽ, ഒരു പതിയെയാണ്. പതിയെ മീൻസ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവർ, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ പോലെയാണ് അവരെന്ത് കൊണ്ടുവരുന്നത്? ഈ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. എന്തൊക്കെ ചേഞ്ചുകളാണ്? പ്രോഡക്റ്റിൻ്റെ ഡിസൈനിലാകാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിലാകാം, പ്രൊഡക്റ്റ് പ്ലാനിങ്ങിലാകാം. ഇതിലെല്ലാം അവരെന്ത് ചെയ്യാണ്? ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. To help the management in making a right choice of investment and ensures that business operations bring a fair return on the capital employed. മാനേജ്മെൻറ്റിന് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, റൈറ്റ് ആയിട്ടുള്ള കാര്യം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ എന്തൊക്കെ ബിസിനസ് ഓപ്പറേഷൻസ് ആണ് ഈ ഒരു ബിസിനസ്മെൻസ് നടത്തേണ്ടത്, അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ കിട്ടിയിട്ടുള്ള ക്യാപിറ്റലിനെ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, ഇൻ ഓർഡർ ടു ജനറേറ്റ് എ ഫെയർ റിട്ടേൺ, നല്ലൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലൊരു പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചൂസ് ചെയ്യണം, എങ്ങനെ അത് അവർ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ ഇൻഫർമേഷൻ മാനേജീരിയൽ എക്കണോമിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. To interpret the changing scenario, to identify business opportunities and a threat to the business. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളുടെ എക്കോണമി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എക്കണോമിക് എൻവിറോൺമെൻറ്റ്
ബിസിനസ് എൻവിറോൺമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ ചില ചേഞ്ചസ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ ചില ചേഞ്ചസ് ത്രെറ്റ്സ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു കൊറോണ വന്നത് കാരണം ഒരുപാട് ബിസിനസ്സുകൾ ഡള്ളായി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ മാസ്ക്, സാനിറ്റൈസർ, സോപ്പ്, ഈ ഒരു ബിസിനസ്സൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ശരിക്കും ഒരു ബൂമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അവർക്ക് അത് ശരിക്കും ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് സെയിൽസ് കൂടി, ഡിമാൻഡ് കൂടി ഇല്ലേ. അപ്പോൾ നമ്മൾക്ക് എക്കോണമിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് നമുക്കത് ഓപ്പർച്യൂണിറ്റി ആണോ തന്നിട്ടുള്ളത്, ത്രെട്ടാണോ തന്നിട്ടുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു അനലൈസ് ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്സൈഡ് ദി ബിസിനസ്സിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബിസിനസ്മെൻസിന് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് നാഷണൽ ഇൻകത്തിലുള്ള ഒരു ട്രെൻഡ്, ബിസിനസ് സൈക്കിൾ, ഫിസ്ക്കൽ പോളിസീസ്, ഇൻറ്റേർണൽ ട്രേഡ്, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സൊക്കെ എങ്ങനെയാണ് നമ്മളൊരു ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഒരു ഫേമിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ടു കളക്ട് ഡാറ്റ റിഗാർഡിംഗ് റൈവൽ പ്രോഡക്ട്സ്, മാർക്കറ്റ് പൊട്ടൻഷ്യൽ, ഡിമാൻഡ് ചേഞ്ച്, സെയിൽസ് ട്രെൻഡ്സ് എക്സെട്ര ആൻഡ് മേക്ക് യൂസ് ഓഫ് ദീസ് ചേഞ്ചസ് ഇൻ ദി ഫേംസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതുപോലെ തന്നെ നമ്മളുടെ റൈവൽ പ്രോഡക്ട്സ്, അതായത് നമ്മളുടെ കോമ്പറ്റീറ്റിംഗ് പ്രോഡക്റ്റ്, മാർക്കറ്റ് പൊട്ടൻഷ്യൽ, അതായത് ഈ ഒരു കമ്പനിക്ക് എത്രത്തോളം ഒരു എബിലിറ്റി ഉണ്ട്, സ്കില്ലുണ്ട് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മോർ ഗുഡ്സ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ചേഞ്ച്, സെയിൽസ് ട്രെൻഡ്, സെയിൽസിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഫേമിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നതെല്ലാം ആരാണ്? മാനേജീരിയൽ എക്കണോമിസ്റ്റുകളാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിസ്റ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതൊന്നും പോരാതെ കുറച്ച് സ്പെസിഫിക് ഫങ്ഷൻസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ഇൻ ദി സെയിൽസ് ഇല്ലേ. എത്രത്തോളമാണ് നമ്മൾ സെയിൽസ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ഭാവിയിൽ എത്രത്തോളം സെയിൽസ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം ഇല്ലേ, പ്ലാൻ ചെയ്യണം, ഫോർകാസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒരു സെയിൽസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് നടത്താൻ വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഏറ്റവും കുഞ്ഞു പോയിൻ്റായിട്ട് കൊടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. പിന്നെ പറയുന്നതാണ് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റഡി നടത്തുകയാണ്, റിസർച്ച് ചെയ്യാണ്. മാർക്കറ്റിലെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസസ്, അതുപോലെ തന്നെ അവരുടെ ഇൻകം ലെവൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എത്രത്തോളം കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ട്, അങ്ങനെ മാർക്കറ്റിനെ കുറിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാണ്? റീസേർച്ച് നടത്തുകയാണ്, അല്ലെ വീണ്ടും വീണ്ടും അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്. പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രൊഡക്ഷൻ അവർ നടത്തണം, നമ്പർ ഓഫ് ഗുഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് എത്രത്തോളം വേണം, അതിന് എത്രത്തോളം യൂണിറ്റ്സ് അവർ യൂസ് ചെയ്യണം. യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇൻപുട്സ്, എത്രത്തോളം നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വന്നാൽ എക്കണോമിക് അനാലിസിസ് ഓഫ് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ബിസിനസ് മാത്രം നോക്കിയാൽ പോരാ. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് 10 രൂപയ്ക്ക് വിൽക്കുകയാണ്, നമ്മളുടെ കോമ്പറ്റീറ്റർ സെയിം പ്രോഡക്റ്റ് 8 രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൺസ്യൂമേഴ്സ് നമ്മളെ കോമ്പറ്റീറ്ററിൻ്റെ പ്രോഡക്റ്റ്സാണ് വാങ്ങുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളുടെ ഒരു കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്, ആ ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? മാനേജീരിയൽ എക്കണോമിസ്റ്റുകളായിരിക്കും അല്ലേ. ഇനി അടുത്ത ഫംഗ്ഷൻ എന്തായിട്ടാണ് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ. ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്, ഏതൊക്കെ അവന്യൂസിലാണ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്, ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് കൂടുതലായിട്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും റിയൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാക്സിമം റിട്ടേൺ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഫംഗ്ഷനാണ് സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് അനാലിസിസ്. സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം നമ്മളുടെ എക്കോണമിയിൽ വെറൈറ്റീസ് ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ട് അല്ലേ. ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ഡെറിവേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട്. ഈ സെക്യൂരിറ്റീസിൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം? നമ്മളിപ്പോൾ ഒരു ഷെയർ വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആ ഒരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടും അല്ലേ. അപ്പോൾ അത് നമുക്കൊരു റിട്ടേൺ ആണ് ഇല്ലേ. അപ്പോൾ അതുപോലെ ഡിബഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഡിബഞ്ചർ വാങ്ങിക്കഴിഞ്ഞാൽ ഡിബഞ്ചറും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും.
അപ്പോൾ അങ്ങനെ ഓരോ സെക്യൂരിറ്റീസിലും നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്, ഈ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് എത്രത്തോളം അവരവിടെ പ്രൊഡക്ഷൻ നടത്തണം, പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യണം, എത്രത്തോളം അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അങ്ങനെ ഈ ഒരു സെക്യൂരിറ്റി മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാനേജീരിയൽ എക്കണോമിസ്റ്റുകളാണ്. നെക്സ്റ്റ് പറയുന്നതാണ് അഡ്വൈസ് ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് അതായത് ട്രേഡ് ഓർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ നേഷൻസ്. ഒരു ഫോറിൻ കൺട്രി ആയിട്ടാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് എക്സ്ചേഞ്ച് നടത്തുന്നത്. അങ്ങനെ എക്സ്ചേഞ്ച് നടത്തുന്ന സമയത്ത് ചിലപ്പോൾ അത് ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളും ഒരു ഫോറിൻ കൺട്രി നമ്മളൊരു ട്രേഡ് ആയിരിക്കാം. അങ്ങനെ അഡ്വൈസ് ഓൺ ട്രേഡിലായാലും ഫോറിൻ എക്സ്ചേഞ്ചിലായാലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്വൈസസ് ഒക്കെ തരേണ്ടത് ആരുടെ ഫംഗ്ഷനായിട്ടാണ് പറയുന്നത്, മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫംഗ്ഷനായിട്ടാണ്. നെക്സ്റ്റ് പറയുന്നതാണ് എൻവിറോൺമെൻറ്റൽ ഫോർകാസ്റ്റിംഗ്. നമ്മളുടെ എൻവിറോൺമെൻറ്റിൽ ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ബിസിനസ്സിൻ്റെ സറൗണ്ടിങ്സ്, ചുറ്റുപാടാണ് അല്ലേ. ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്നതിൻ്റെ ചുറ്റുപാടിനെയാണ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ആ എൻവിറോൺമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫോർകാസ്റ്റ് ചെയ്യാണ്. എന്താണ് എൻവിറോൺമെൻറ്റിൽ നമുക്ക് ലീഗലി എന്തൊക്കെ ഫാക്ടേഴ്സ് അവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട്, പൊളിറ്റിക്കലി എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്കോണമിക്കലി എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ എൻവിറോൺമെൻറ്റിലെ ചേഞ്ചസിനെ ഫോർസീ ചെയ്യാനുള്ള ഫംഗ്ഷനും ആരുടെ തന്നെയാണ്, മാനേജീരിയൽ എക്കണോമിസ്റ്റുകളുടെ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നതാണ് എക്കണോമിക് അനാലിസിസ് ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ, അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്കണോമിക് അനാലിസിസ് നടത്തേണ്ടതും ആരുടെ ഫംഗ്ഷൻ തന്നെയാണ്, മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫംഗ്ഷനായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ റോളും ഫങ്ഷൻസും മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം റെസ്പോൺസിബിലിറ്റി ഓഫ് എ മാനേജീരിയൽ എക്കണോമിസ്റ്റ്. ഒരു മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഒബ്ലിഗേഷൻ എന്താണ്, ഹി മസ്റ്റ് ഡു ദിസ്, ഇദ്ദേഹം ഇത് ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം റെസ്പോൺസിബിലിറ്റീസ്. ടു അണ്ടർസ്റ്റാൻഡ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ബിസിനസ്. അതായത് മാനേജീരിയൽ എക്കണോമിക്സിന് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. എന്താണ് ഈ ഒരു ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്, ഈ ഒരു ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ ഫോളോ ചെയ്യേണ്ടത്, ദ അപ്രോച്ചസ് അഡോപ്റ്റഡ് ബൈ ഇറ്റ് ടു അക്കംപ്ലിഷ് ദി ഒബ്ജക്റ്റീവ്സ്. ആ ഒരു ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടെല്ലാം എക്കണോമിസ്റ്റിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, അത് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മാനേജീരിയൽ എക്കണോമിക്സ് അറിഞ്ഞിരിക്കണം. അതൊക്കെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ടു ബ്രിങ് എ റീസണബിൾ പ്രോഫിറ്റ് ടു ദി കമ്പനി. നമുക്കറിയാം ഏതൊരു ബിസിനസ്സും റൺ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ബിസിനസ് ആദ്യം എന്ത് ചെയ്യണം, സർവൈവ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ആദ്യമായിട്ടൊരു ബിസിനസ് വരികയാണ്, അവർക്കൊരു 1,00,000 രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, 1,00,000 അല്ലെങ്കിൽ 1,10,000 രൂപയെങ്കിലും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. എന്നാലാണ് പിന്നീട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭാവിയിൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, ആദ്യം അവരെന്ത് ചെയ്യണം, സർവൈവ് ചെയ്യണം. അതിനുശേഷം അവർക്ക് എന്ത് വേണം, ഗ്രോത്ത് വേണം. ഇതിനെല്ലാം എന്ത് അത്യാവശ്യമാണ്, പ്രോഫിറ്റ് അത്യാവശ്യമാണ്. ഒരു ബിസിനസ് മാർക്കറ്റിൽ സർവൈവ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർക്ക് എന്തുണ്ടാവുള്ളൂ, പിന്നീട് അങ്ങോട്ട് എക്സ്പാൻഷനും ഗ്രോത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം സർവൈവ് ചെയ്യാനായാലും ഗ്രോത്തിനായാലും പ്രോഫിറ്റ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ എക്കണോമിസ്റ്റ് മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യണം in order to earn a reasonable profit on capital employed by the firm. ഫേം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൽ നിന്ന് മാക്സിമം അല്ലെങ്കിൽ റീസണബിൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നതാണ് ടു മേക്ക് അക്യുറേറ്റ് ഫോർകാസ്റ്റ്. കൃത്യമായിട്ട് തന്നെ ഫോർകാസ്റ്റിംഗ് നടത്തുക. നമുക്കറിയാം ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. ഒരു ഫേം ഒരുപാട് റിസ്കിൻ്റെയും അൺസർട്ടനിറ്റീൻ്റെയും ഇടയിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു റിസ്ക്കും അൺസർട്ടനിറ്റിയും ഏറ്റവും മിനിമത്തിൽ വെക്കണം. എങ്ങനെയാണ് മിനിമത്തിൽ വെക്കാൻ പറ്റുക, കൃത്യമായിട്ടുള്ളൊരു ഫോർകാസ്റ്റിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്കിനെയും അൺസർട്ടനിറ്റീസിനൊക്കെ അവിടെ കുറയ്ക്കാൻ സാധിക്കും. So it is a duty or responsibility of the managerial economist to make successful forecast of sales,
കോസ്റ്റ്, പ്രോഫിറ്റ്സ്, ഡിമാൻഡ് എക്സെട്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജീരിയൽ എക്കണോമിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കൃത്യമായിട്ട് തന്നെ എത്രയാണ് സെയിൽ ഫോർകാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടും കോസ്റ്റിനെ കുറിച്ചിട്ടും പ്രോഫിറ്റിനെ കുറിച്ചിട്ടും ഡിമാൻഡിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അക്യുറേറ്റ് ഫോർകാസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കണം. അത് അവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. To establish and maintain contacts with individuals and data sources. To establish and maintain contacts with individuals and data sources. മാനേജീരിയൽ എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽസായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. അതിനാണ് ഈ ഡാറ്റ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റ സോഴ്സസിനെ വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം, ഒരു നല്ലൊരു കോണ്ടാക്റ്റ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻസ് കൃത്യമായിട്ട് തന്നെ ഇയാൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. He should develop active contact with professional associations from where he can get the necessary information. എവിടെ നിന്നെല്ലാമാണ് ഇയാൾക്ക് വാല്യുബിൾ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ആ ഒരു പേഴ്സൺസിനായിട്ടെല്ലാം ഇയാൾ ആക്റ്റീവ് കോണ്ടാക്റ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഹി ഷുഡ് ഡെവലപ്പ് പേഴ്സണൽ റിലേഷൻസ് വിത്ത് ദോസ് ഇൻഡിവിജ്വൽസ് ഹാവിങ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ദി ബിസിനസ് ഫീൽഡ്സ്. ഇവർ ബിസിനസ് ഫീൽഡുമായിട്ട് സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ള വ്യക്തികളുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാരിയഡ് സോഴ്സസിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് ടു കീപ് ദ മാനേജ്മെൻറ്റ് ഇൻഫോംഡ് ഓഫ് ഓൾ ദി പോസിബിൾ എക്കണോമിക് ട്രെൻഡ്സ്. അതായത് മാനേജ്മെൻറ്റിനെ ഇൻഫോം ചെയ്യണം. എന്താണ് ഇൻഫോം ചെയ്യേണ്ടത്, പോസിബിൾ എക്കണോമിക് ട്രെൻഡ്സ്, ഭാവിയിൽ ഉണ്ടാകാനുള്ള എക്കണോമിക് ട്രെൻഡുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ ഒരു മാനേജ്മെൻറ്റിനെ ഇൻഫോം ചെയ്യണം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്താണ്, നമ്മുടെ എക്കോണമിയിൽ അല്ലെങ്കിൽ ബിസിനസ് എൻവിറോൺമെൻറ്റിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്താണ് എന്നുള്ളതൊക്കെ ആർക്ക് ആദ്യം അറിഞ്ഞിരിക്കണം, എക്കണോമിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. ആ ഒരു ഇൻഫർമേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മളൊരു ബിസിനസ്സിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കും, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. ദസ് ഇസ് മെയിൻ റെസ്പോൺസിബിലിറ്റി ഈസ് ടു കളക്ട്, ക്ലാസിഫൈ, ടാബുലേറ്റ് ആൻഡ് അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ക്ലാസിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ ടാബുലേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്തിട്ട് ഇൻ്റർപ്രിട്ടേഷൻസ് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഒരു എക്കോണമിയുടെ ട്രെൻഡ് എങ്ങനെയാണ്, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, കുറച്ച് നാൾ മുൻപ് വരെ ഉണ്ടായിരുന്നൊരു ട്രെൻഡല്ല ഇന്നിപ്പോൾ നമ്മളുടെ നാട്ടിലുള്ളത് ഇല്ലേ, നമ്മളുടെ എക്കോണമിയിലുള്ളത്. ഈ ഒരു ട്രെൻഡും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ മാനേജറിയൽ എക്കണോമിക്സിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ടു പ്രിപ്പയർ സ്പീച്ചസ് ഫോർ ബിസിനസ് എക്സിക്യൂട്ടീവ്സ്. ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഒരുപാട് മീറ്റിങ്ങുകളിലും ബോർഡ് മീറ്റിങ്ങിലും ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പങ്കെടുക്കുമ്പോൾ സ്പീച്ചസ് പറയണമല്ലേ, ഒരു വൈഡ് വെറൈറ്റി ഓഫ് സബ്ജക്ട്സിനെ റിലേറ്റ് ചെയ്തിട്ട് അവർ ഡിസ്കഷൻസ് നടത്തണം. അപ്പോൾ ആ ഒരു ഡിസ്കഷൻസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്പീച്ചസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് മാനേജീരിയൽ എക്കണോമിസ്റ്റുകളായിരിക്കും. നമുക്കറിയാം, നമ്മളുടെ ഈ ഒരു മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയാലും അവരിങ്ങനെ ഇപ്പോൾ ന്യൂസ് വായിക്കുന്ന സമയത്ത് അത് അവർ തന്നെ ഓൺ വേർഡ്സിൽ എഴുതല്ല, അവർക്ക് എക്സ്പേർട്ടുകൾ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു മാനേജേഴ്സിനെ അവരുടെ ഒരു സ്പീച്ചസും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് മാനേജീരിയൽ എക്കണോമിസ്റ്റുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ബിസിനസ് എക്സിക്യൂട്ടീവ്സിന് സ്പീച്ചസൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് മാനേജീരിയൽ എക്കണോമിസ്റ്റുകളാണ്. ടു ഏൺ ഫുൾ സ്റ്റാറ്റസ് ഇൻ ദി ബിസിനസ് ടീം. നെക്സ്റ്റ് പറയുന്നതാണ് ഒരു ബിസിനസ് ടീമിനെ ഒരു ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം, മാനേജീരിയൽ എക്കണോമിസ്റ്റുകൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഈ മാനേജീരിയൽ എക്കണോമിസ്റ്റ് ഫുൾ ടൈം എന്തുണ്ടായിരിക്കണം, ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. The contribution of a managerial economics will be advocate only when he is a member of full status in the business team. ബിസിനസ് ടീമിന് വേണ്ടിയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം
മാനേജീരിയൽ എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത്. ഹി മസ്റ്റ് ബി റെഡി ടു അണ്ടർടേക്ക് എനി ചാലഞ്ചിങ് റിസ്ക്. എത്ര ചാലഞ്ചിങ് ആയിട്ടുള്ള വെല്ലുവിളിക്കുന്ന ഒരു ടാസ്ക് ആയാലും അത് ഏറ്റെടുക്കാൻ ആര് റെഡി ആയിരിക്കണം? മാനേജീരിയൽ എക്കണോമിസ്റ്റുകൾ റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ സ്പെഷ്യൽ അസൈൻമെൻറ്റ്സ് എടുക്കാനും അദ്ദേഹം റെഡി ആയിരിക്കണം. അല്ലാതെ റിസ്ക് എന്തെങ്കിലും വരുമ്പോൾ ഒളിച്ചോടി പോകുന്ന ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബിസിനസ് സക്സസ്ഫുൾ ആകില്ല. He is to win continuing support for himself and his professional ideas by performing his functions effectively. അപ്പോൾ ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂയിങ് സപ്പോർട്ട് പ്രൊഫഷണൽ രീതിയിലായാലും അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിലും കൃത്യമായിട്ട് തന്നെ ഒരു സപ്പോർട്ട് മാനേജീരിയൽ എക്കണോമിസ്റ്റുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് എ മാനേജീരിയൽ എക്കണോമിസ്റ്റ് എന്നുള്ളതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ റോള് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ മാനേജീരിയൽ എക്കണോമിസ്റ്റ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് എല്ലാവരും വായിച്ചു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.